കൊച്ചിയിലെ സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിലെ തൊഴിൽ പീഡനത്തിൽ കമ്പനി മുൻ മാനേജർ മനാഫിനെതിരെ വീണ്ടും കേസ്. മോശമായി പെരുമാറിയതിനും തൊഴിൽ പീഡനത്തിനുമാണ് കേസ്. ദൃശ്യങ്ങളിലുള്ള യുവാക്കളുടെ പരാതിയിലാണ് കേസ്. ഇവരുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലിനെതിരെയും കേസെടുത്തു. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, ഇപ്പോൾ എന്തിനാണ് ഈ മുൻ മാനേജർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? നേരത്തെ ഇതെന്താ ട്രെയിനിങ്ങിന്റെ ഭാഗമായ പരിശീലനമായിരുന്നു എന്നൊക്കെയുള്ള മൊഴി തൊഴിൽ വകുപ്പിന് നൽകുകയും തൊഴിൽ വകുപ്പ് അത് എഴുതിയെടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തല്ലോ. ഇപ്പോൾ ഇത് എന്താണ് തൊഴിൽ പീഡനം എന്ന് പോലീസ് ഒടുവിൽ കണ്ടെത്തിയിട്ടുണ്ടോ? വിജയകുമാർ, തൊഴിൽ പീഡനമെന്ന് പെരുമ്പാവൂർ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് മൂലമാണ് ഇപ്പോൾ മനാഫിനെതിരെ വീണ്ടും ഒരു കേസ് കൂടി പെരുമ്പാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഈ തവണ ദൃശ്യങ്ങളിലുള്ള യുവാക്കൾ പെരുമ്പാവൂർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒന്നുള്ളത് ഇവരുടെ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മനാഫ് ഈ ആളുകളെ തൊഴിലിനായി എത്തിയ ആളുകളെ മനാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് 2 കേസുകൾ വിവിധ പരാതികളിൽ മനാഫിനെതിരെ എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ ഒരു യുവതിയുടെ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തിരുന്നു. ഇന്നിപ്പോൾ ആ യുവാക്കളുടെ പരാതിയിലാണ് മനാഫിനെതിരെ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ തൊഴിൽ വകുപ്പിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പ് ആദ്യം നൽകിയ റിപ്പോർട്ടിൽ, പ്രാഥമിക അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിൽ ഇതൊരു തരത്തിലുമുള്ള തൊഴിൽ പീഡനം അവിടെ നടന്നിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ യുവാക്കളും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് മനാഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്ലാനിംഗ് ആയിരുന്നു ഈ ദൃശ്യങ്ങൾ എടുത്തത് എന്നുള്ളതാണ്. ഈ മനാഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ മനാഫ് മാനേജറായിരുന്നു. അതിനുശേഷം ഈ യുവാക്കളോട് ഇതൊരു പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ മനാഫ് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് യുവാക്കൾ വ്യക്തമാക്കിയത്. ഇത് സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഈ തൊഴിൽ വകുപ്പിലേക്ക് അവിടുത്തെ ലേബർ ഉദ്യോഗസ്ഥർ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തുടർ നടപടി എന്ന രീതിയിൽ ഈ പോലീസിന് ഇപ്പോൾ യുവാക്കളും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനാഫിനെ ഇത് ചോദ്യം ചെയ്യുകയും മറ്റ് നടപടികളിലേക്കും കടക്കാനാണ് പെരുമ്പാവൂർ പോലീസിന്റെ തീരുമാനം. യെസ്, ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ മനാഫിന് എന്തോ പങ്കുണ്ട് എന്നാണ് പരാതി. അതിലാണിപ്പോൾ അന്വേഷണം നടക്കുന്നത്. റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.